Hello everyone, it's me Faiz from AIMS Nagpur. So today I will be taking a second session of chapter number 12, kinetic theory. So last ക്ലാസ്സിൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ കണ്ടു? ഫസ്റ്റ് നമ്മൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കണ്ടു, അതിൽ 6 പോയിന്റ്സ് കണ്ടു. ശേഷം പിന്നെ എന്ത് കണ്ടു? യെസ്, നമ്മൾ പിന്നെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കണ്ടു. ദെൻ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ബിഹേവിയർ ഓഫ് ഗ്യാസസ് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ഓക്കെ, ദിസ് റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആർ ഈസ് ഈക്വൽ ടു NA ഇൻറ്റു KB. ഓക്കെ, ഇന്ന് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. ആൻഡ് വാല്യൂ ഓഫ് ആർ ഈസ് എത്രയാണ്? വാല്യൂ ഓഫ് ആർ വരുന്നത് 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, ആൻഡ് വാല്യൂ ഓഫ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് എത്രയായിരുന്നു? 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, പിന്നെ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇക്വേഷൻ വന്നു. നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട് മെയിൻ ആയിട്ട്. VRMS ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3p/ρ ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് ഡെൻസിറ്റി, ആൻഡ് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് മോളാർ മാസ് ഈസ് റൂട്ട് ഓഫ് 3RT divided by M, where M is molar mass. Or we can have another formula in terms of Boltzmann constant, root of 3 kBT by small m, where small m will be the given mass. Okay, and this is the ideal gas equation. PV is equal to mu RT or PV is equal to nRT. Actually, where mu is actually number of moles, and അതിനൊരു വേറൊരു വേരിയേഷൻ നമുക്ക് ഡെൻസിറ്റി ടേംസിൽ പറയാം. PM equal to rho RT. correct, PM equal to rho RT. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ആൻഡ് നമ്മൾ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് കണ്ടു. 1/3 nmVx² കണ്ടു. യെസ്, ദെൻ കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടു. കറക്റ്റ് അല്ലേ? എന്തായിരുന്നു ഇന്റേണൽ എനർജി വരുന്നത്? 2/3 PV is equal to 2/3 E, where E is equal to 3/2 PV or E is equal to 3/2 NKBT. Okay, then we discussed about degree of freedom. correct, monatomic ആണെങ്കിൽ 3, diatomic ആണെങ്കിൽ 5, like 3 translational plus 2 rotational, and for polyatomic it will be F is equal to 3n-k. okay, അത് നമുക്ക് for monatomic N1 ആയിരിക്കും, K0 ആയിരിക്കും. so F is equal to 3. so diatomic F is equal to 5 and triatomic F is equal to 6. അല്ലെ? വൈബ്രേഷണൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡാറ്റോമിക്കിന് എത്ര കൊടുക്കുന്നത്? at a higher temperature F is equal to 7. പിന്നെ നമ്മൾ നമ്മൾ മീൻ ഫ്രീ പാത്ത് പഠിച്ചു. ലാംഡ ഈക്വൽ ടു 1/√2 pi ND², where N is number of molecules per unit volume. okay, very important. where here N is not number of moles. here N എന്താണ്? ഇവിടെ N പറയുന്നത് number of molecules per unit volume. that's actually N is number density, number of molecules per unit volume. and D is diameter of the molecule. there is no confusion. Lambda, mean free path lambda is equal to 1/√2 pi ND². easy. so we have another formula also. പിന്നെ നമ്മൾ law of equipartition of energy. law of equipartition of energy simple ആണ്. എന്താണ് പറയുന്നത്? അതായത് ഒരു മോളിക്യൂൾ, നമ്മൾ ഒരു മോളിക്യൂൾ എടുത്താൽ along each degree of freedom, ഒരു മോളിക്യൂളിന് ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എത്ര എനർജി കാണും? 12 kBT. കറക്റ്റ്. സോ ഫോർ F ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര കാണും? F/2 kBT ഒരു മോളിക്യൂളിന്. ഓക്കെ, സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. സോ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇത് ക്ലിയർ അല്ല, സോ ഞാൻ എന്ത് ചെയ്യാം? ഒരു പുതിയ PDF എടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇത് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഒന്നാമത്തെ ചോദ്യം എന്താ അറിയാവോ? വി ഹാവ് ടു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഞാൻ വായിക്കാണ്. എസ്റ്റിമേറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യുലാർ വോളിയം ടു ദ ആക്ച്വൽ വോളിയം occupied by oxygen gas at STP. Take the diameter of an oxygen molecule to be 3 angstrom. അതായത് നമ്മളെ കയ്യിൽ ആരുണ്ട്? നമ്മളെ കയ്യിൽ ഓക്സിജൻ ഉണ്ട്. നമ്മളെ കയ്യിൽ ആരുണ്ട്? നമ്മളെ കയ്യിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ ഉള്ളത് STP-ലാണ്, അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. നമ്മളെ കയ്യിലൊരു സപ്പോസ്ഡ് ആണ് നമ്മളെ കയ്യിലുള്ള സിലിണ്ടർ. ഇതിൽ ആരുണ്ട്? ഇതിൽ ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട്, O2 ഉണ്ട്.
അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ് ഉള്ളത് അല്ലേ? യെസ്. സോ ആക്ച്വലി നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ? സി ദിസ് ഇസ് ദ കണ്ടെയ്നർ ആൻഡ് സി ദീസ് ഡോട്ട്സ് ആർ ഓക്സിജൻ മോളിക്യൂൾ. കറക്റ്റ്. ഓക്കെ. സോ ഈ ഓക്സിജൻ മോളിക്യൂളിന് ഒരു വോളിയം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യുലാർ വോളിയം. ഓക്കെ. പിന്നെ ആക്ച്വൽ വോളിയം ഉണ്ടല്ലോ, നമുക്കറിയാം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സപ്പോസ് ഞാൻ ഒരു മോളാണ് എടുത്തതെങ്കിൽ ഫോർ 1 മോൾ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എത്രയായിരുന്നു വോളിയം? 22.4 ലിറ്റർ. സോ ദിസ് വിൽ ബി ദ ആക്ച്വൽ വോളിയം. ആക്ച്വൽ വോളിയം വിൽ ബി ഹൗ മച്ച്? 22.4 ലിറ്റർ. ഓക്കെ. നമുക്ക് എന്താണ് കാണേണ്ടത്? മോളിക്യുലാർ വോളിയം. സി, അതായത് ആക്ച്വൽ വോളിയം നമ്മളിപ്പോ സപ്പോസ് 1 മോളാണ് എടുത്തതെന്ന് വിചാരിച്ചോ. സോ 1 മോൾ ഞാൻ എടുത്തു. സോ 1 മോൾ എടുത്താൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ടില്ലേ, എത്ര എണ്ണം കാണൂടാ? 6.023 into 10⁻23 കാണത്തില്ലേ? ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. പക്ഷെ ഈ കണ്ടെയ്നറിന്റെ വോളിയം എത്രയായിരിക്കും? ഒരു മോളാണ് എടുത്തതെങ്കിൽ ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ. ദാറ്റ് വിൽ ബി ദ ആക്ച്വൽ വോളിയം. അതിൽ ഡൗട്ട് ഇല്ല. ഇനി നമുക്ക് എന്ത് ഗിവൺ ആണ് ഇതില്? സി, ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ ഡയമീറ്റർ ഗിവൺ ആണ്. സോ ഞാൻ എന്തെടുക്കാണ്? ഇതിന്ന് ഒരു ഡോട്ട് എടുക്കാണ്. ദാറ്റ് ഈസ് ഒരു ഓക്സിജൻ മോളിക്യൂൾ. ഞാൻ ഇങ്ങനെ പുറത്തെടുത്തു. സോ ദിസ് വിൽ ബി മൈ 1 ഓക്സിജൻ മോളിക്യൂൾ. ഓക്കെ, ദിസ് ഈസ് 1 ഓക്സിജൻ മോളിക്യൂൾ. കറക്റ്റ് അല്ലേ? സോ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ വോളിയം നമുക്ക് എങ്ങനെ കാണാം? സിമ്പിൾ അല്ലെ? വോളിയം ഓഫ് 1 ഓക്സിജൻ മോളിക്യൂൾ വിൽ ബി 4/3 πr³. കറക്റ്റ് അല്ലേ? നമുക്ക് റേഡിയസ് ഇങ്ങനെ കിട്ടും. നമുക്ക് ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2, കാരണം ഡയമീറ്റർ ഗിവൺ ആണ് 3 ആങ്സ്ട്രോം അല്ലേ? സോ റേഡിയസ് വിൽ ബി 3/2 ആങ്സ്ട്രോം മീൻസ് 10⁻⁻10 മീറ്റർ. ഈസി. ഓക്കെ, പ്രോബ്ലം സോൾവ്. സോ നമുക്ക് എന്ത് കിട്ടി? ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ റേഡിയസ് കിട്ടി. സോ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ വോളിയം കാണാൻ നമുക്ക് 4/3 into pi will be 3.14 into r³ that means 3/2 cube അല്ലെ? 3/2 ക്യൂബ് into 10⁻10 ക്യൂബ്, that will be 10⁻30. സോ ഇതായിരിക്കും ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ വോളിയം. സോ ഇനി ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്? ആക്ച്വലി ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇല്ലേ? സോ ഒരു ഓക്സിജൻ മോളിക്യൂളിന്റെ, സി ദിസ് ഈസ് ദ വോളിയം ഓഫ് 1 ഓക്സിജൻ മോളിക്യൂൾ. This is actually volume of 1 oxygen molecule അല്ലേ? അതാണ് നമ്മൾ ഇവിടെ കണ്ട വി, EV. ഇനി സോ ടോട്ടൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇത്രയും നമ്പർ ഓഫ് 1 മോൾ അല്ലേ എടുത്തത്? സോ 6.023 into 10⁻23 ഇത്രയും നമ്പർ മോളിക്യൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. സോ ടോട്ടൽ മോളിക്യുലാർ വോളിയം എന്തായിരിക്കും? ടോട്ടൽ മോളിക്യുലാർ വോളിയം എടുക്കുമ്പോ നമ്മൾ ഇതിലേക്ക് ഈ കിട്ടിയ വി അത് നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 6.023 into 10⁻23 അല്ലേ? ആക്ച്വലി ഈ നമ്പർ വെച്ചിട്ട് ഈ ഇക്വേഷൻ ഗുണിച്ചാൽ മതി അല്ലേ? സോ സി, കാൽക്കുലേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ബട്ട് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കിക്കോ, ടോട്ടൽ മോളിക്യുലർ വോളിയം നമുക്ക് വരുന്നത് എത്രയാണെന്നറിയാവോ? 8.51 സെന്റിമീറ്റർ ക്യൂബ്. 8.51 സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് ടോട്ടൽ മോളിക്യുലർ വോളിയം വരുന്നത്. നമുക്കറിയാം ആക്ച്വൽ വോളിയം എത്രയാണ്? ആക്ച്വൽ വോളിയം 22.4 ലിറ്റർ അല്ലേ? ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 22400 മില്ലി ലിറ്റർ എന്ന് എഴുതിക്കൂടെ? എഴുതാം. എനിക്കറിയാം 1 മില്ലി ലിറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ക്യൂബ്. സോ എനിക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? 22400 സെന്റിമീറ്റർ ക്യൂബ്. എന്താണ് കാണേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് molecular volume to the actual volume. So molecular volume to the actual volume, that means 8.51 centimeter cube divided by 22400 centimeter cube. So ചെയ്ത് നമുക്ക് കിട്ടുന്ന എത്ര അറിയാമോ? 8.51 centimeter cube divided by 22400. കിട്ടുന്ന ആൻസർ 3.8 into 10⁻⁴. 3.8 into 10⁻⁴. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 3.8 into
10⁻⁴. Okay, first question done. Let's move to our next question. Okay, രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത്? See, molar volume is the volume occupied by 1 mole of any ideal gas. കറക്റ്റ് അല്ലേ? മോളാർ വോളിയം എന്ന് വെച്ചാൽ എന്താ? മോളാർ വോളിയം, ഒരു മോളിന്റെ വോളിയം. ഓക്കെ, ക്വസ്റ്റനിൽ പറയുന്നത് മോളാർ വോളിയം ഈസ് ദ വോളിയം occupied by 1 mole of any ideal gas at a standard temperature and pressure, that is at STP. That is at STP, molar volume is, we know that STP means we know 1 atmospheric pressure and 0 degree Celsius. Correct alle? Show that it is 22.4 liter. നമ്മളിപ്പം ആക്ച്വൽ വോളിയം 22.4 ലിറ്റർ എടുത്താണ്, നമുക്കത് പ്രൂവ് ചെയ്യണം. 1 മോളാർ വോളിയം അറ്റ് STP is 22.4 ലിറ്റർ. അത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതാണ് നമ്മുടെ റോള്. സോ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് ആദ്യം റൈസ് ചെയ്യാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? 1 മോള്, ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഒരു ഐഡിയൽ 1 മോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കിക്കോ. 1 മോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയം അറ്റ് STP. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 മോൾ എന്തുണ്ട് നമ്മുടെ കയ്യില്? ഐഡിയൽ ഗ്യാസ്. ഒരു മോള് ഐഡിയൽ ഗ്യാസ് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ വോളിയം എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 22.4 ലിറ്റർ അറ്റ് STP. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്. നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏതാണ്? യെസ്, നമ്മുടെ മെയിൻ ഇക്വേഷൻ വരുന്നത് യെസ്, PV is equal to mu RT. Correct അല്ലേ? Where mu is number of moles. അവിടെ mu1 എടുക്കാം, n എടുക്കാം. കറക്റ്റോ? ആക്ച്വലി എന്താണ് അവിടെ വരേണ്ടത്? നമ്പർ ഓഫ് മോൾസ്. നമുക്ക് എന്താണ് കാണേണ്ടത്? വോളിയം. സോ വോളിയം വിൽ ബി ഈക്വൽ ടു mu RT. ഞാൻ n എടുക്കട്ടെ ഒരു സിംപ്ലിസിറ്റിക്ക്. ഇടക്കിടക്ക് mu പറയാൻ. സി, PV is equal to nRT. Okay, where n is number of moles. So volume will be nRT divided by pressure. Correct അല്ലേ? ഇനി നമുക്ക് ഓരോ വാല്യൂസും കിട്ടണം. നമുക്കറിയാം നമ്മൾ ഒരു മോൾ ഐഡിയൽ ഗ്യാസിന്റെ വോളിയാണ് കാണാൻ പോകുന്നത്. സോ n is equal to 1 already given. See, R റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്. R എത്ര നമുക്കറിയാലോ? എത്രയായിരുന്നു? R ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. R കണ്ടതല്ലേ? ഇത് R ഇവിടെ കണ്ടതാണ്. സി, ആറിന്റെ വാല്യൂ നമ്മൾ കണ്ടതാണ്. ആറിന്റെ വാല്യൂ വരുന്ന എത്രയാണ്? ഇവിടെ നോക്കിക്കോ, 6.314 × 8.314 ഇതാണ് നമ്മൾ ആറിന്റെ 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. സോ ഓക്കെ, നമുക്ക് നമ്മുടെ പ്രോബ്ലം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. സി, ഓക്കെ. സോ ആറിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. പിന്നെ നമുക്ക് ടെമ്പറേച്ചർ കാണണം, പിന്നെ എന്ത് കാണണം? പ്രഷറും കാണണം. ഓക്കെ, സോ ടെമ്പറേച്ചർ കാണാൻ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് എന്ത്? ടെമ്പറേച്ചർ ഈ 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് മീൻസ് അതിനെ കെൽവിനിലേക്ക് മാറ്റണ്ടേ? സോ 273 കൊണ്ട് ആഡ് ചെയ്താൽ മതി. സോ എന്ത് കിട്ടും? 273 + 0 ദാറ്റ് ഈസ് 273 കെൽവിൻ. പ്രഷർ 1 atm അല്ലേ? അതിന് നമുക്ക് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണ്ടേ? സോ പ്രഷർ എന്താ വരിക? 1 atm ആണ്. സോ എനിക്ക് എന്തെടുക്കാം? 1.013 × 10⁵ പാസ്കൽ. കറക്റ്റ് അല്ലേ? 1.013 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. സോ നമ്മുടെ പ്രഷർ വരുന്ന ടെമ്പറേച്ചർ വരുന്നത് 273 കെൽവിൻ ആൻഡ് പ്രഷർ ഈസ് 1.013 × 10⁵ പാസ്കൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുക്കാം വാല്യൂസ്. സോ വോളിയം B is equal to N1, R വരുന്നത് 8.314 into temperature is 273 divided by 1.013 into 10⁵. കറക്റ്റ് അല്ലേ? സോ ഇത് നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടും എത്രയെന്നറിയാവോ? 0.0224 മീറ്റർ ക്യൂബ്. ലിറ്ററിലേക്ക് മാറ്റിയാൽ
22.4 liters. കറക്റ്റ് അല്ലേ? സോ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം? അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാം? സി ഞാൻ എന്താണ് എടുക്കണേ? ഓക്കെ, ഒരു അപ്രോക്സ് വെച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8.3 into 270 കൊടുക്കുക. ഇവിടെ 10⁻⁴ ഓക്കെ പോട്ടെ. Then 27 into 8.3. അതൊരു അപ്രോക്സ് 27 into 8.3. സോ കിട്ടിക്കോളും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഞാൻ ടൈം വേസ്റ്റ് ചെയ്തില്ല. സോ നമുക്ക് വോളിയം 22.4 ലിറ്റർ വന്നു. നമ്മൾ എന്ത് ചെയ്തു? ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്തു. Let's move to our third question. A third question says we have a figure number 12.8 shows plot of PV by T versus P. PV by T versus P for 1.00 into 10⁻³ kilogram of oxygen gas at two different temperature. We have to follow. Okay, we have a graph here. What does the dotted plot signify? Next, which is true? T1 greater than T2 or T1 less than T2? Or what is the value of PV by T where the curves meet on the y-axis? Then we have a D part also. If you obtain the similar plots for 1.00 into 10⁻³ kilogram of hydrogen, would we get the same value of PV by T at the point where the curves meet on the y-axis? If not, what mass of hydrogen yields the same value of PV by T for a low pressure, high temperature region of the plot? In molecular mass of hydrogen is given 2.02 unit and oxygen is given 32 unit and R value of R is given 8.31 joule mole inverse Kelvin inverse. Again, another ചോദ്യമാണ്. So let's start the solution of question number 3. Question number 3. Okay. സിമ്പിൾ ആണ്. നമുക്ക് ഇതിൽ തന്നെ ആദ്യം എന്ത് ചെയ്യാം? ഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നെ ഗിവൺ ആണ്. സോ നമുക്ക് ഇതിൽ തന്നെ എന്ത് ചെയ്യാം? ആദ്യം നോക്കാം. നോക്കിക്കോ, വാട്ട് ഈസ് ആക്ച്വലി PV by T? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റാ? നമ്മൾ ഇക്വേഷൻ എന്താടാ? PV is equal to nRT. So what is PV by T? PV by T is nothing but nR. Correct alle? PV by T is nR. That is number of moles into real gas constant R. PV by T is equal to nR. So given moles ആണെങ്കിൽ ഇത് കോൺസ്റ്റന്റ് അല്ലേ? So PV by T should be a constant. PV by T should be a constant. That means പ്രഷർ മാറ്റിയാലും PV by T മാറാൻ പാടില്ല. കാരണം PV by T എന്താണ്? nR ആണ്. നോക്കിയോ, ഇവിടെ കണ്ടോ, ഇവിടെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എക്സ് ആക്സിസിൽ for an ideal gas PV by T should remain at constant. കറക്റ്റ് അല്ലേ? ആ ഒരു ഡോട്ടഡ് ലൈൻസ് കണ്ട കോൺസ്റ്റന്റ് ആയിരിക്കണം. ബട്ട് നമ്മൾ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറിലും T2 ടെമ്പറേച്ചറിലും എന്താണ് സംഭവിക്കുന്നത്? ആ ഗ്രാഫ് ഈ പോയിന്റില് പിന്നെ T1 ടെമ്പറേച്ചറിൽ T2 പോയിന്റിൽ ഈ ടെമ്പറേച്ചറിലും ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് ബാക്കിയുള്ള പ്രഷറുള്ള സമയങ്ങളിൽ നോക്കിക്കോ, കണ്ട ഇങ്ങനെ ചെറിയ ഡീവിയേഷൻ ഉണ്ട്. T1 ടെമ്പറേച്ചറിന് ചെറിയ ഡീവിയേഷൻ ആൻഡ് T2 ടെമ്പറേച്ചറിനോ വലിയ ഡീവിയേഷൻ അല്ലേ? സോ നമുക്ക് എന്താണ് ആദ്യം കാണേണ്ടത്? വാട്ട് ഡസ് ദ ഡോട്ടഡ് പ്ലോട്ട് സിഗ്നിഫൈ? എന്താണ് ഡോട്ടഡ് പ്ലോട്ട് സിഗ്നിഫൈ ചെയ്യുന്നത്? ഡോട്ടഡ് പ്ലോട്ട് ഷുഡ് ബി എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ലൈൻ ആയിരിക്കണ്ടേ അല്ലേ? ആക്ച്വലി ഇറ്റ് സിഗ്നിഫൈസ് nR, n into R. കറക്റ്റ്? PV by T. കറക്റ്റ് അല്ലേ? ആൻഡ് nR ഈസ് ആക്ച്വലി ഇൻഡിപെൻഡന്റ് ഓഫ് P അല്ലേ? nR ഈസ് ആക്ച്വലി ഇൻഡിപെൻഡന്റ് ഓഫ് P. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ nR? ഇല്ല. കറക്റ്റ് അല്ലേ? And we know that dotted plot signifies ideal gas behavior. Dotted plot signifies what? Ideal gas behavior. Correct alle? Dotted plot signifies ideal gas behavior. Okay, അത്രയും കറക്റ്റ് ആയി. രണ്ടാമത്തെ ചോദ്യം, which is true? T1 greater than T2 or T1 less than T2? That's very simple. നോക്കിക്കോ, നമുക്കറിയാം എന്ത്? റിയൽ ഗ്യാസ് tend to follow ideal gas behavior at low pressure and high temperature. That is, low pressure ആയിരിക്കണം, ടെമ്പറേച്ചർ എന്തായിരിക്കണം?
ഹൈ ആയിരിക്കണം. ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. നമുക്ക് NCERT അത് ഗിവൺ ആണ്, ഞാൻ കാണിച്ചു തരാം. ബിഹേവിയർ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന പോർഷന്റെ ഭാഗത്ത് ദാറ്റ്സ് ആക്ച്വലി ബ്യൂട്ടിഫുള്ളി റിട്ടൺ. സി നോക്കിക്കോ, ഇവിടെ തന്നെ നോക്കിക്കോ. സി ബ്യൂട്ടിഫുള്ളി ഗിവൺ ആണ്, നോക്കിക്കോളെ. റിയൽ ഗ്യാസസ് അപ്രോച്ച് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. സോ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഫോളോ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ ഹിയർ നമ്മളെ ഈ ക്വസ്റ്റ്യനിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ. ഇവിടെ ആക്ച്വലി ഈ T1 കൊടുത്ത പ്ലോട്ട് അല്ലേ ഐഡിയൽ ഗ്യാസിനോട് അടുത്ത് നിൽക്കുന്ന പ്ലോട്ട്. സോ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുണ്ട്. സോ സിമ്പിൾ, വെരി സിമ്പിൾ, എന്തായിരിക്കണം? T1 ഈസ് ഗ്രേറ്റർ ദാൻ T2 ബിക്കോസ് റിയൽ ഗ്യാസ് approaches ideal gas behavior at a low pressure and high temperature. So our answer is T1 is greater than T2. Easy. And മൂന്നാമത്തെ ചോദ്യം, what is the value of PV/T where the curves meet on the y-axis? So curve y-axis meet ചെയ്താൽ, no, see here, this region, ഈ region, അതായത് കേർവ് y-ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന റീജിയൻ ഉണ്ടല്ലോ, ഇവിടെ എന്താണ് PV/T? സിമ്പിൾ ആണ്, നമുക്കറിയാം PV/T ഈസ് വാട്ട്? PV/T ഈസ് NR. നമ്മളിവിടെ എന്താണ് കാണേണ്ടത്? N into R. സോ നമുക്ക് എന്ത് കാണാം? NR കാണാം. സോ PV/T ഈസ് ഈക്വൽ ടു NR. PV/T ഈസ് ഈക്വൽ ടു NR. സോ നമുക്ക് ആദ്യം NR ആണ് കാണേണ്ടത്. സോ ആദ്യം നമുക്ക് എന്ത് കാണാം? N, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് കാണാം. കറക്റ്റ്. ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. നമ്പർ ഓഫ് മോൾസ് കാണാൻ ഓക്സിജൻ എത്രയാണ് തന്നിരിക്കുന്ന മാസ്? ഇത്രയും മാസാണ് ഓക്സിജൻ ഗിവൺ. 1 into 10⁻³ ദാറ്റ് ഈസ് 1 gram ഓഫ് ഓക്സിജൻ ആണ് ഗിവൺ. സോ ഗിവൺ മാസ് M, സ്മോൾ m അല്ലേ? നമ്മൾ എപ്പോഴും ഗിവൺ മാസ് റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ m ഉപയോഗിച്ചിട്ടാണ്. എത്രയാണ്? 1 gram. നമുക്കറിയാം മോളിക്യുലാർ മാസ് എത്രയാണ് ഓക്സിജന്റെ? 32 gram അല്ലെ? O16, O2 is 32. Everyone knows that. Number of moles N will be how much? Number of moles N എന്തായിരിക്കും? Given mass divided by molecular mass, that is 1 divided by 32. ഇതാണ് number of moles. ഇനി റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് R അല്ലേ? റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് R എത്രയാണ്? 8.314 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. സോ N into R കാണാൻ ഈസി അല്ലേ? N നമുക്കറിയാം 1/32, R വരുന്നു 8.314. കറക്റ്റ് അല്ലേ? 8.314. സോ നമുക്ക് ലാസ്റ്റ് വാല്യൂ ഒരു ജൂൾ കെൽവിൻ ഇൻവേഴ്സ്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്താൽ 8.314 ഡിവൈഡഡ് ബൈ 32 സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.26 വരുന്നത് 0.26 ജൂൾ പെർ കെൽവിൻ. എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 0.26 ജൂൾ പെർ കെൽവിൻ. 0.26. ഓക്കെ, 0.26 ജൂൾ പെർ കെൽവിൻ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. 4×8 32 1/4 അപ്രോക്സി 0.26. യെസ്. സോ നമുക്ക് അടുത്ത ഡി പാർട്ടിലേക്ക് പോകാം. ഇഫ് വി ഒബ്റ്റെയിൻഡ് സിമിലർ പ്ലോട്ട്സ് ഫോർ ഹൈറ്റ്, എത്ര? ദിസ് അഗൈൻ 1 gram. നമ്മൾ ഈ പ്ലോട്ട് വരച്ചത് 1 gram ഓക്സിജൻ ആണ്. നമ്മൾ ഈ സെയിം പ്ലോട്ട് 1 gram ഹൈഡ്രജന് വേണ്ടിയാണ് വരച്ചതെങ്കിൽ വുഡ് വി ഗെറ്റ് ദ സെയിം വാല്യൂ ഓഫ് PV/T അറ്റ് ദ പോയിന്റ് വെർ ദ കർവ്സ് മീറ്റ് ഓൺ ദ y-ആക്സിസ്? നോ, ബിക്കോസ് നമ്മൾ അവിടെ വാല്യൂ എന്തായിരിക്കും? PV/T which is equal to NR. കറക്റ്റ് അല്ലേ? NR. ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് മാറത്തില്ലേ? നമ്പർ ഓഫ് മോൾസ് മാറും അല്ലേ? കാരണം 1 gram ഹൈഡ്രജൻ എത്ര നമ്പർ ഓഫ് മോൾ കാണും? 1 gram ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൽ ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് മാറി. 1 gram ഓക്സിജൻ പറയുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് മോൾസ് മാറി. സോ നമ്പർ ഓഫ് മോൾസ് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ PV/T സെയിം ആയിരിക്കത്തില്ല. സോ ഒരേ പോയിന്റിലല്ല എന്ത് ചെയ്യുക? കർവ് y-ആക്സിൽ മീറ്റ് ചെയ്യുക. ഈസി. ഈ നോട്ട് വാട്ട് മാസ് ഓഫ് ഹൈഡ്രജൻ ഈൽഡ് ദ സെയിം വാല്യൂ ഓഫ് PV/T. അപ്പൊ എത്ര മാസ് ഹൈഡ്രജൻ എടുത്താലാണ് സെയിം വാല്യൂ ഓഫ് PV/T, അതായത് ഓക്സിജന്റെ സെയിം വാല്യൂ ഓഫ് PV/T നമുക്ക് കിട്ടുക?
സോ സി നമ്മൾ ഹൈഡ്രജന്റെ പ്ലോട്ടാണ് വരക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടെയാണ് ചിലപ്പോൾ ഹൈഡ്രജന്റെ മീറ്റ് ചെയ്യുക. കാരണം എന്താണ്, സി NR അല്ലേ, 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ ഉറപ്പായിട്ടും 1 ഗ്രാം ഓക്സിജനേക്കാൾ നമ്പർ ഓഫ് മോൾസ് കൂടും. നമ്പർ ഓഫ് മോൾസ് കൂടുമ്പോൾ ഈ വാല്യൂ കൂടും. സി കറക്റ്റ് അല്ലേ? എന്നാ ചോദ്യം, എത്ര ഗ്രാം എത്ര മാസ് ഹൈഡ്രജൻ എടുക്കണം ഫോർ ദ സെയിം വാല്യൂ ഓഫ് PV/T ഫോർ ഓക്സിജൻ മോളിക്യൂൾ. സോ ഓക്സിജൻ മോളിക്യൂളിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? ഓക്സിജൻ നമ്പർ ഓഫ് മോൾസ് എത്രയായിരുന്നു? നമ്പർ ഓഫ് മോൾസ് സെയിം ആണ് വേണ്ടത്. നമ്പർ ഓഫ് മോൾസ് വരുന്നത് 1/32 അല്ലേ? ഇനി നമുക്കിനി ഹൈഡ്രജന്റെ കാണാം. ഹൈഡ്രജന്റെ മോളാർ മാസ് എത്ര വരുന്നത്? സി ഹൈഡ്രജന്റെ മോളിക്കുലർ മാസ് ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്, കണ്ട 2.02. സോ നമുക്ക് ഗിവൺ മാസ് എത്ര മാസാണ് എടുക്കേണ്ടതെന്നല്ലേ കാണേണ്ടത്. സോ സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ, അത് 1/32. കാരണം എന്താ, ആക്ച്വലി ഇതാണ് നമ്മൾ ഈക്വൽ ചെയ്യേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു R വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു R. കറക്റ്റ് അല്ലേ? സി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഈസ് ഓൾറെഡി ഗിവൺ 1/32. സിംപ്ലി അതാണ് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ദാറ്റ് ഈസ് ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ദാറ്റ് ഈസ് 2.02. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/32. സോ എത്ര മാസ് എടുക്കണം എന്നുള്ളത് വരുന്നത് 2.02 ഡിവൈഡഡ് ബൈ 32. 2.02 ഡിവൈഡഡ് ബൈ 32. അപ്രോക്സ് വേണമെങ്കിൽ നമുക്ക് 1.01 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. കറക്റ്റ് അല്ലേ? വരുന്നത് എത്ര? 1/16 അപ്രോക്സ് വരുന്നത് 0.0625 ഗ്രാം, അല്ലെങ്കിൽ 6.3 into 6.3 into 10⁻⁻5 6.3 into 10⁻⁵ കിലോഗ്രാമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും ഹൈഡ്രജൻ മോളിക്യൂൾ എടുത്താൽ നമുക്ക് സെയിം PV/T കിട്ടും. കാരണം സെയിം NR കിട്ടും, കാരണം N സെയിം ആകും. ഓക്കെ ദാറ്റ് ഈസ് ഡൺ. 12.3 done. And let's move to 12.4. 12.4 says we have an oxygen cylinder of volume 30 liter. Okay, നമ്മളെ കയ്യിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്. അതിന്റെ വോളിയം എത്രയാണ്? 30 ലിറ്റർ ആണ്. And has an initial gauge pressure of 15 atm. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇനീഷ്യൽ ഗോജ് പ്രഷർ ഓഫ് 15 atm. ഇവിടെ ഗോജ് പ്രഷർ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ 1 atm ആഡ് ചെയ്തിട്ടില്ല. അത് ആഡ് ചെയ്യാത്ത പ്രഷറാണ് 15 atm. സോ ക്വസ്റ്റനിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷറും കൂടി ആഡ് ചെയ്യണം. സോ ആക്ച്വലി 16 atm ആണ് വരിക. And at a temperature of 27 degrees Celsius. After some oxygen is withdrawn from the cylinder. നമ്മൾ എന്ത് ചെയ്തു? അതിനുശേഷം കുറച്ച് ഓക്സിജൻ സിലിണ്ടർ എന്ന് വലിച്ചെടുത്തു. കറക്റ്റ്. അപ്പം ഈ ഗോജ് പ്രഷർ 15 എത്രയിലെത്തി? 11 എത്തി. ടെമ്പറേച്ചർ 27 17 എത്തി. ചോദ്യം ഇതാണ്, എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് ഓക്സിജൻ ടേക്കൺ ഔട്ട് ഓഫ് ദ സിലിണ്ടർ. നമ്മൾ പറഞ്ഞല്ലോ ഓക്സിജൻ കുറച്ച് വലിച്ചെടുത്തു എന്ന്. ആ എത്ര മാസ് ഓക്സിജൻ ആണ് നമ്മൾ വലിച്ചെടുത്തത്? ആൻഡ് റിയൽ ഗ്യാസ് കോൺസ്റ്റന്റ് R is equal to 8.31 ജൂൾ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. Molecular mass of oxygen that is 32 unit is also given. നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം സോൾവ് ചെയ്യാം. യെസ്, സിമ്പിൾ ആണ് ആക്ച്വലി. സി ആദ്യത്തെ കേസിൽ നമുക്ക് പ്രഷർ ഗിവൺ ആണ്, വോളിയം ഗിവൺ ആണ്, ടെമ്പറേച്ചർ ഗിവൺ ആണ്. അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. രണ്ടാമത്തെ കേസിലും എല്ലാം ഗിവൺ ആണ്, അതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസിന് ഡിഫറൻസ് ആയിരിക്കും. എത്ര നമ്പർ ഓഫ് മോൾസ് വലിച്ചെടുത്തു, എത്ര നമ്പർ ഓഫ് മോൾസ് വിത്ഡ്രോൺ ചെയ്തു, അതിൽ നമുക്ക് എത്ര മാസ് വിത്ഡ്രോൺ ചെയ്തു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സോ നമുക്ക് ഒന്നാമത്തെ കേസ് എന്നാണ് വരുന്നത്. ഒന്നാമത്തെ കേസ് വരുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സപ്പോസ് ഇതാണ് ഓക്സിജൻ സിലിണ്ടർ എന്ന് വിചാരിച്ചു. കറക്റ്റ് അല്ലേ? അതിന്റെ വോളിയം വരുന്നത് എത്രയെന്ന് അറിയാവോ? 30 ലിറ്റർ. വോളിയം വരുന്നത് 30 ലിറ്റർ. ആൻഡ് ഗോജ് പ്രഷർ 15. സോ അബ്സല്യൂട്ട് പ്രഷർ ഞാൻ ഇവിടെ V1 എടുക്കാണ്. അബ്സല്യൂട്ട് പ്രഷർ 16 atm ആയിരിക്കും. കാരണം ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആഡ് ചെയ്യണം 1 atm. ആൻഡ് ടെമ്പറേച്ചർ ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ T1 ഈസ് 27 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ,
Temperature is 27 degrees Celsius. ആൻഡ് ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ഇപ്പൊ എന്ത് നമ്മൾ കുറച്ച് ഓക്സിജൻ എന്തെടുത്തു, വിത്ഡ്രോൺ ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷനിലോ വോളിയം കുറഞ്ഞു എത്രയിലേക്ക് എത്തി? ഇല്ല, ഓക്സിജൻ വോളിയം കുറയാൻ പോകുന്നില്ലല്ലോ. വോളിയം വിൽ ബി 30 ലിറ്റർ ഓൺലി. ആൻഡ് പ്രഷർ P2 എത്രയായി ഇപ്പോ? പ്രഷർ P2 ഇപ്പോ 11 ATM. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആഡ് ചെയ്യുമ്പോൾ 12 ATM. ആൻഡ് കറന്റ് ടെമ്പറേച്ചർ T2 ഈസ് 17 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്രയും വാല്യൂ ഗുഡ് ആണ്. നമുക്കിതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിലേക്ക് ആദ്യം കൺവേർട്ട് ചെയ്യാം. സോ ഈ 16 ATM എന്തായിരിക്കും? 16 ഇൻറ്റു 1.013 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. അതേപോലെ ഇത് 12 ഇൻറ്റു 1.013 ഇൻറ്റു 10⁵ പാസ്കൽ. ഇത് കെൽവിനിലേക്ക് മാറ്റിയാൽ 273 ആഡ് ചെയ്താൽ എത്ര വരും? ഇത് 300 കെൽവിൻ. ഇതോ 290 കെൽവിൻ. കറക്റ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നമ്മളെ ബേസിക് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്മളെ PV = nRT. സോ ഇതിൽ നമുക്ക് N = PV by RT എന്നറിയാം. സോ ഒന്നാമത്തെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാം. ഒന്നാമത്തെ കേസിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി P1V1 divided by RT1. രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് മോൾസ് വിൽ ബി P2V2 divided by RT2. ഓക്കെ, ഒന്നാമത്തെ കേസിൽ എത്രയാണ് നമ്പർ ഓഫ് മോൾസ് വരുന്നത്? ഒന്നാമത്തെ കേസിൽ നമ്പർ ഓഫ് മോൾസ് വരുന്നത്, സോ നമുക്ക് ഒന്നാമത്തെ കേസ് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അപ്രോക്സ് വരുന്നത് 18.276 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ നമ്പർ ഓഫ് മോൾസ് വരുന്നത് കാൽക്കുലേറ്റ് ചെയ്താൽ 13.86. സോ ഈ നമ്പർ ഓഫ് മോൾസിൽ ഡിഫറൻസ് നോക്കിയാൽ എത്ര വരുന്നത്? നമ്പർ ഓഫ് മോൾസിൽ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 18 അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ നമ്പർ ഓഫ് മോൾസിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം മാസിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കിക്കോ, ഇവിടെ ഞാൻ 3 മോൾസ് അല്ലേ, സോ മാസിലേക്ക് കൺവേർട്ട് ചെയ്താൽ 584.84 ഗ്രാം കിട്ടും. ഇവിടെ ഞാനത് മാസിലേക്ക് കൺവേർട്ട് ചെയ്താൽ കിട്ടുന്നത് 453.1 ഗ്രാം ആണ്. സോ ഇതിലെ ഡിഫറൻസ് നമ്മൾ വിത്ഡ്രോൺ ചെയ്ത മാസ് 584 minus 453.1 and answer is 131.74 gram or 0.131 kilogram. സോ ഇത്രയും മാസ് ഓക്സിജൻ ആണ് ആ സിലിണ്ടർ ഔട്ട്. സിമ്പിൾ ആണ്. നമ്പർ ഓഫ് മോൾസ് കാണുക, എന്നിട്ട് രണ്ട് സിനാരിയോ നമ്പർ ഓഫ് മോൾസ് കാണുക. ആ നമ്പർ ഓഫ് മോൾസിന് എത്ര മാസ് ഉണ്ടെന്ന് കിട്ടും. രണ്ട് കണ്ടീഷനിലെ മാസിൽ ഡിഫറൻസ് ആയിരിക്കും നമ്മൾ വലിച്ചെടുത്ത മാസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 12.4 ആയിരുന്നു. സോ നമുക്ക് ആൻസർ കിട്ടിയത് C. സോ ഇത്രയും മാസ് ഓക്സിജൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്? പുറത്തെടുത്തത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 12.5. 12.5 says we have an air bubble. So 12.4 done. 12.5, an air bubble of volume 1 centimeter cube rises from the bottom of a lake 40 meter deep at a temperature of 12 degrees Celsius. What volume does it grow when it reaches the surface, which is at a temperature of 35 degrees Celsius? നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? റൈസ് ചെയ്ത് കളയാം. നമ്മളെ കയ്യിൽ എന്തുണ്ട്? നമ്മളെ കയ്യിൽ ഒരു എയർ ബബിൾ ഉണ്ട്. അത് എവിടെയാണുള്ളത്? 40 മീറ്റർ ഡീപ്പിലാണ് ഉള്ളത്. സോ അവിടുന്ന് സർഫസിലേക്ക് എന്ത് ചെയ്യാണ്? എയർ ബബിൾ വന്നു.
സോ ഒബ്വിയസ്ലി സർഫസിലുള്ള പ്രഷറും 40 മീറ്റർ ഡീപ്പിലുള്ള പ്രഷറിലും വ്യത്യാസം ഉണ്ടല്ലോ. ഒബ്വിയസ്ലി ദർ ഈസ് ഡിഫറൻസ്. സോ അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കാണേണ്ടത് വോളിയത്തിലുള്ള ചേഞ്ച് ആണ്. ഓക്കെ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ സി, ഇങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. നോക്കിക്കോ സി. ഓക്കെ, ഇതാണ് സർഫസ് ഓഫ് ലേക്ക്. ഇതാണ് 40 മീറ്റർ ഡീപ്പ്. ഓക്കെ, എത്ര മീറ്റർ ഡീപ്പ്? 40 മീറ്റർ ഡീപ്പ്. സോ എയർ ബബിൾ ഇപ്പൊ എവിടെയാണുള്ളത്? ഇവിടെ 40 മീറ്റർ ഡീപ്പ് ഇവിടെയാണ് എയർ ബബിൾ ഉള്ളത്. സോ എയർ ബബിൾ വന്ന് ഇവിടെ എത്തി, സർഫസിൽ എത്തിക്കാണും. ഓക്കെ ഓക്കെ, നമുക്ക് ഓരോ വോളിയം പ്രഷർ ഇവിടെ V1 എടുക്കാണ്, P1 T1 കറക്റ്റോ? ഇവിടെയോ? ഇവിടെ എടുക്കുകയാണ് ഞാൻ V2 P2 T2. ആക്ച്വലി എന്താണ് കാണേണ്ടത്? An air bubble of volume 1 centimeter cube rises from the bottom of a lake 4 meter deep at a temperature of 12 degrees Celsius. What volume does it grow when it reaches the surface, which is at a temperature of 35 degrees Celsius? Okay, so V1 വരുന്നത് 1 centimeter cube ആണ്. 1 centimeter cube അല്ലെങ്കിൽ 1 milliliter. ഇനി P1 വരുന്നതോ? P1 അവിടെ നിൽക്കട്ടെ. ടെമ്പറേച്ചർ വരുന്നതോ 12 ഡിഗ്രി സെൽഷ്യസ്. എത്ര വരുന്നത്? 12 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇവിടെ നമുക്ക് ഗിവൺ V2 കാണണം, P2 അറിയത്തില്ല, T2 35 ഡിഗ്രി സെൽഷ്യസ്. T2 വരുന്നത് 35 ഡിഗ്രി സെൽഷ്യസ്. നമുക്കൊരു കാര്യം അറിയാം, അതായത് സർഫസിൽ സപ്പോസ് ഇവിടെയുള്ള പ്രഷർ P ആണെങ്കിൽ നമ്മൾ H ഡെപ്ത് താഴോട്ട് വന്നാൽ ഇവിടെയുള്ള പ്രഷർ P ഡാഷ് എന്തായിരിക്കും? സർഫസിലുള്ള പ്രഷർ പ്ലസ് H റോ ജി. നമുക്കറിയാലോ, നമുക്കറിയാം P പ്ലസ് H റോ ജി. സോ നമുക്ക് P1 ആദ്യം നമുക്ക് എന്ത് കാണാം? P2 കാണാം. സോ P2 വിൽ ബി അറ്റ്മോസ്ഫറിക് പ്രഷർ. വാട്ട് ഇസ് അറ്റ്മോസ്ഫറിക് പ്രഷർ? 1 atm, കറക്റ്റ് അല്ലേ? P1 എന്തായിരിക്കും? 1 atm, ദാറ്റ് ഇസ് അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് H റോ ജി. ഒരു H റോ ജി ഫാക്ടർ പ്രഷർ ആഡ് ചെയ്യുന്നു. H റോ ജി ഫാക്ടർ എങ്ങനെ കാണാം? H റോ ജി ഫാക്ടർ H ഗിവൺ ആണ്, ദാറ്റ് ഇസ് 40 മീറ്റർ, ദാറ്റ് ഇസ് 40 ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര വരുന്നത്? 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, കറക്റ്റ് അല്ലേ? 10⁻³ ആൻഡ് H റോ ജി ഗ്രാവിറ്റി വിൽ ബി എന്തെടുക്കാണ്? 10 ആക്കി എടുക്കാണ്, അല്ലെങ്കിൽ ഫോർ അക്യുറസി 9.8 ആയിട്ട് നമുക്ക് എടുക്കാം. സോ H റോ ജി ഫാക്ടർ നമുക്ക് എത്ര വരുന്നത്? H റോ ജി ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് വരും. H റോ ജി ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി 98 ഇൻറ്റു 4. 98 ഇൻറ്റു 4 ചെയ്താൽ 2 കറക്റ്റ് അല്ലേ? 4×32, 3 ബാക്കി 9, 4 എത്ര വരും? 36, 30 ആണ്, കറക്റ്റ്. സോ 3.92 ഇൻറ്റു 10⁻5. ഓക്കെ, സോ വി നോ ദാറ്റ് 1 atmospheric pressure ആക്ച്വലി 1 ഇൻറ്റു 10⁻5 അല്ലേ പാസ്കലില്. സോ P1 എനിക്ക് എന്താക്കി എടുക്കാം? 3.92 പ്ലസ് 1, ദാറ്റ് ഈസ് 4.9. അപ്രോക്സ് എടുക്കുകയാണെങ്കിൽ 4.9 ഇൻറ്റു 10⁻5 പാസ്കൽ. സോ നമുക്ക് എല്ലാ വാല്യൂസും ഗിവൺ അല്ലേ? ഇത് നമുക്ക് V2 കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? അതായത് ഒന്നാമത്തെ കേസിൽ P1 V1 ഈസ് ഈക്വൽ ടു N1 R T1. നമ്പർ ഓഫ് മോൾസ് സെയിം ആയിരിക്കും, നമ്പർ ഓഫ് മോൾസ് മാറാൻ പോകുന്നില്ല, NR T1. രണ്ടാമത്തെ കേസിൽ P2 V2 ഈസ് ഈക്വൽ ടു NR T2. അഗൈൻ നമ്പർ ഓഫ് മോൾസ് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല, നമ്പർ ഓഫ് മോൾസ് മാറാൻ പോകുന്നില്ല. ഓക്കെ, സോ നമുക്ക് രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തെഴുതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതിക്കൂടെ? എനിക്ക് എങ്ങനെ എഴുതാം? P1 V1 ഡിവൈഡഡ് ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ഡിവൈഡഡ് ബൈ T2 അല്ലേ? നമ്മൾ എന്താണ് ആക്ച്വലി കാണേണ്ടത്? V2. സോ V2 ഈസ് ഈക്വൽ ടു P1 V1 ഡിവൈഡഡ് ബൈ T1 ഇൻറ്റു T2 ഡിവൈഡഡ് ബൈ P2. ഇനി നമുക്ക് ഓരോ വാല്യൂസ് എടുത്തെഴുതാം, കറക്റ്റ് അല്ലേ? ഒന്നാമത്തത് P1 എത്രയാണ്? 4.9 പാസ്കൽ. സോറി, 4.9 ഇൻറ്റു 10⁻5
പാസ്കൽ ഇൻറ്റു V1 1 ml, ഞാൻ 1 ml ആക്കി 1 സെന്റിമീറ്റർ ക്യൂബ് തന്നെ എടുക്കുകയാണ്, ഇൻറ്റു T2 ഈസ് 35 ഡിഗ്രീസ്. അതിൽ കെൽവിനിലേക്ക് മാറ്റണ്ടേ? സോ കെൽവിനിലേക്ക് മാറ്റുമ്പോ 35 ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 ആഡ് ചെയ്യുക. സോ നമുക്ക് എത്ര കിട്ടും? 273 നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 273 ആഡ് ചെയ്താൽ 308 കെൽവിൻ. അതേപോലെ നമ്മൾ ഇവിടെയും മാറ്റാണ്, പ്ലസ് 273 ആഡ് ചെയ്യാണ് 285 കെൽവിൻ. കറക്റ്റ് അല്ലേ? സോ T2 വരുന്നത് 308 കെൽവിൻ. 308 Kelvin divided by temperature T1 285 Kelvin into P2. What is P2? P2 is 1 atm, that is 10 raised to 5 Pascal. 10 raised to 5 Pascal. നമുക്ക് ഇതിൽ കുറെ വാല്യൂസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 10 raised to 5 Pascal 10 raised to 5 കട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ചുരുക്കി പറഞ്ഞാല് വരുന്നത് ആക്ച്വലി 308 into 4.9 divided by 285. ഇതാണ് ലാസ്റ്റ് വരുന്നത്. 308 into 4.9 divided by 285. സോ ഒരു ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. 308 into 49 ചെയ്യാം. 9 72, 7 ബാക്കി 7, 3 9 27, 0 4 8 32, 3 ബാക്കി 3 3 4 12, 2 9 0 1 ബാക്കി 5. ഓക്കെ, സോ ഒരു പോയിന്റ് ഇടണം. സോ 1509 കറക്റ്റ് അല്ലേ? 1509 ഡിവൈഡഡ് ബൈ 285. സോ അതാണ് അടുത്ത ടാസ്ക്. 1509 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 285. എത്ര പോകും? 5 പോകും. 5 6 പോകും. 285 into 6 എത്രയാ വരുന്നത്? 6 30, 3 ബാക്കി 6 8 48, 1 5 ബാക്കി 17 ഇല്ല, 6 പോകത്തില്ല. സോ 5 പോവായിരിക്കും അല്ലെ? 5 പോയിട്ട് എത്രയാ നോക്കാം. സോ 285 into 5 എത്രയാണ്? 5 5 25, 2 ബാക്കി 42, 4 ബാക്കി 14. സോ 5 പോകും. സോ ലൈക്ക് അപ്രോക്സ് 5 പോയിന്റ് സംതിങ് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ആക്ച്വലി കറക്റ്റ് വരുന്നത് 5.263 സെന്റിമീറ്റർ ക്യൂബ്. 5.263 സെന്റിമീറ്റർ ക്യൂബ്. 5.263. അടിയിൽ എത്രയായിരുന്നു വോളിയം? അടിയിൽ വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ് ആയിരുന്നു. സോ മുകളിൽ എത്തുമ്പോൾ വോളിയം എന്താ സംഭവിച്ചത്? മുകളിൽ എത്തുമ്പോൾ വോളിയം ആക്ച്വലി വലുതായി അല്ലെ? എയർ ബബിൾ എന്തായി? വലുതായി. ഓൾമോസ്റ്റ് 5 ടൈം ആയി അല്ലെ? എയർ ബബിൾ എന്തായി? വലുതായി. കറക്റ്റ് അല്ലേ? കാരണം ഇപ്പോഴത്തെ എത്രയാണ് സൈസ്? 5.263. ഓക്കെ, ഈസി കേസ്. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 12.6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12.6 എന്താ പറയുന്നത്? we have to estimate the total number of air molecule inclusive of oxygen, nitrogen, water vapor and other constituents, everything in a room of capacity 25 meter cube at a temperature of 27 degrees Celsius and 1 atm pressure. So നമുക്ക് എന്തൊക്കെ ഗിവൺ ആണ്? ടെമ്പറേച്ചർ ഗിവൺ ആണ് അല്ലേ? എല്ലാം ഗിവൺ ആണോ? യെസ്. നമുക്ക് വോളിയം ഗിവൺ ആണ്. വോളിയം ഗിവൺ ആണ്, ടെമ്പറേച്ചർ ഗിവൺ ആണ്, പ്രഷർ ഗിവൺ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് PV is equal to nRT ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ ഒരു ടൈപ്പ് ഓഫ് മോളിക്യൂളിന് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആക്ച്വലി ബോൾസ്മാൻ കോൺസ്റ്റന്റ് വെച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് എങ്ങനെ നോക്കിക്കോ. ഇതൊക്കെ എന്ത് ചെയ്യട്ടെ, ആദ്യം റബ്ബ് ചെയ്തതായിട്ട്. സോ നമ്മൾ ചെയ്യുമ്പോ നോക്കിക്കോ, നമ്മൾ ഇതിലാദ്യം ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ബിഹേവിയർ ഓഫ് ഗ്യാസിൽ ആദ്യം ഇക്വേഷൻ പഠിച്ചിരുന്നു ഇൻ ടേംസ് ഓഫ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് അല്ലെ? PV is equal to എവിടെ നമ്മൾ പഠിച്ചത്? PV is equal to KT എന്ന് എഴുതാം. NK is actually NKB. So PV is actually എന്താണ്? PV is equal to NKBT. That is PV is equal to NKBT, where N is number of molecule.
n is number of molecule. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ നമ്മൾ കാണേണ്ടത് n ആണ്. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾ. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾ. We have to estimate total number of air molecule. So total number of എന്താണ് കാണേണ്ടത്? Total number of air molecules. ഇതാണ് നമുക്ക് കാണേണ്ടത്. Total number of air molecules. കറക്റ്റ് അല്ലേ? എന്തൊക്കെ വാല്യൂസ് ഗിവൺ നമുക്ക് എടുത്തെഴുതാം. വോളിയം ഓഫ് ദ റൂം ഗിവൺ ആണ്. Volume of the room is given. How much? Equal to 25 meter cube. And temperature of the room, that is also given. Temperature of the room T is also given. 27 degrees Celsius. നമ്മൾ കെൽവിലേക്ക് മാറ്റുകയാണെങ്കിൽ പ്ലസ് 273 ചെയ്യുക. That is 300 Kelvin. അല്ലെ, അതും given ആണ്. And pressure in the room. Pressure in the room, that is also given. Pressure in the room, that is also given. എത്രയാണ് pressure in the room വരുന്നത്? Pressure in the room P. Okay. P എത്രയാണ് given? Pressure എത്രയായിരുന്നു തന്നത്? Pressure 180 m. So 180 m means in Pascal we can say 1.013 into 10 raised to 5 Pascal. ഓക്കെ, വോളിയം ഗിവൺ ആണ്, ടെമ്പറേച്ചർ ഗിവൺ ആണ്, പ്രഷർ ഗിവൺ ആണ്. നമ്മളിപ്പോ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? സി PV is equal to NKBT. നമ്മൾ ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷന്റെ പ്രത്യേകത എന്താ? ഇവിടെ N എന്ന് പറയുന്ന സാധനം എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആൻഡ് KB എന്താണ്? ബോൾസ്മാൻ കോൺസ്റ്റന്റ്. ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്ര വരുന്നത്? 1.38 into 10 raised to minus 23 joule Kelvin inverse. 1.38 into 10 raised to minus 23 joule Kelvin inverse. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ യൂസ് ചെയ്തൂടെ? ദാറ്റ് ഈസ് PV is equal to NKBT, where KB is equal to 1.38 into 10 raised to minus 23. Correct അല്ലേ? ഓക്കെ. സോ ഈ ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ N എന്തായിരിക്കും? ക്യാപിറ്റൽ N ആയിരിക്കും നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ റൂം. നമ്മൾ ഇതാണ് കാണേണ്ടത്, N. ഓക്കെ, N എങ്ങനെ കാണും? N is equal to PV divided by KBT. കറക്റ്റ് അല്ലേ? PV പ്രഷർ എത്രയാണ്? 1.013 into 10 raised to 5 Pascal into വോളിയമോ 25 meter cube divided by Boltzmann constant 1.38 into 10 raised to minus 23. Actually Boltzmann constant യൂണിറ്റ് വരുന്നത് അറിയോ? Boltzmann constant യൂണിറ്റ് വരുന്നത് മീറ്റർ സ്ക്വയർ കിലോഗ്രാം S raised to minus 2 Kelvin inverse. S raised to minus 2 Kelvin inverse. സോ അത് കൊടുത്തു. ടെമ്പറേച്ചർ വരുന്നതോ 300 Kelvin. ഇത് യൂണിറ്റ് വൈസ് നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടണം. ആക്ച്വലി എല്ലാ യൂണിറ്റും ക്യാൻസൽ ഔട്ട് ആവുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കിക്കോ. പാസ്കൽ എന്താണ്? ആക്ച്വലി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആക്ച്വലി ന്യൂട്ടൺ എന്താണ്? ഫോഴ്സ്. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ മാസ് ഈസ് ആക്ച്വലി എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ എന്താണ്? LT raised to minus 2 അല്ലേ? ഓക്കെ, ആക്സിലറേഷൻ എന്താണ്? LT raised to minus 2. സോ LT എന്താണ്? ആക്ച്വലി മീറ്റർ ആണ്. S raised to minus 2 into M raised to minus 2. ദാറ്റ് ഈസ് മീറ്റർ raised to minus 2. കറക്റ്റ് അല്ലേ? സോ ഇവിടെ നമുക്ക് ഇതെങ്ങനെ എഴുതാം? കിലോഗ്രാം S raised to minus 2 M raised to minus 1 എഴുതാം. ഓക്കെ, അത് വന്നു. പിന്നെ എന്തുണ്ട്? ഒരു മുകളിൽ ഒരു മീറ്റർ ക്യൂബ് ഉണ്ട്. ദാറ്റ് ഈസ് M ക്യൂബ് ഉണ്ട് ഡിവൈഡഡ് ബൈ അടിയിൽ എന്തുണ്ട്?
ബോൾസ്മാന്റെ ഇതല്ലേ ബോൾസ്മാന്റെ വരുന്നത്. സോ ഇത്ര വരുന്നത് മീറ്റർ സ്ക്വയർ കിലോഗ്രാം S⁻², കെൽവിൻ ഇൻവേഴ്സ്, പിന്നെ 300 കെൽവിൻ ഉണ്ട് ഇൻറ്റു കെൽവിൻ. ഓക്കെ, കണ്ട സ്മൂത്ത് ആയിട്ട് എല്ലാം ക്യാൻസൽ ആവും. കെൽവിൻ മീറ്റർ സ്ക്വയർ മീറ്റർ ക്യൂബ് കണ്ട, ഇതിന് മീറ്റർ സ്ക്വയർ അല്ല കിലോഗ്രാം ഫുൾ ക്യാൻസൽ ആവും. സോ ദർ വോണ്ട് ബി എനി യൂണിറ്റ് ബിക്കോസ് വി ആർ ഫൈൻഡിങ് വാട്ട് ടോട്ടൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ റൂം. അതല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് എയർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ റൂം. സോ നമുക്കിത് എന്ത് ചെയ്യാൻ സോൾവ് ചെയ്യാം. സോ സോൾവ് ചെയ്താൽ കിട്ടുന്നത് നോക്കിക്കോ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യാം. ഇങ്ങനെ കുറച്ചുകൂടി 10⁵ എടുക്കാം, ഇൻറ്റു 25 എടുക്കാം, ഡിവൈഡഡ് ബൈ ഇത് നമുക്ക് 1.4 എടുക്കാം, 10⁻23 ഇൻറ്റു 300. ഓക്കെ, ഇൻറ്റു 300. ഇതിവിടെ നമുക്ക് 10⁻21 എടുക്കാം, ഇനി നമുക്ക് 3. സോ മുകളിൽ പോയാൽ 10⁻26 ആയി. 25 ഡിവൈഡഡ് ബൈ 1.4 ഇൻറ്റു 3 കറക്റ്റ് അല്ലേ? 1.4 ഇൻറ്റു 3 12, 1 ബാക്കി 4. സോ 4.2. സോ ആക്ച്വലി നമ്മൾ എന്താണ് കാണേണ്ടത്? 25 ഡിവൈഡഡ് ബൈ 4.2. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 250 ഡിവൈഡഡ് ബൈ 42. സോ നമുക്ക് എഴുതാം 125 ഡിവൈഡഡ് ബൈ 21. എത്ര പോകും? 5 പോകും. 6 പോവോ? 6 2 100, 5 5 1 105 20 ബാക്കി. അങ്ങനെ 200 8 9 950 10 പോകത്തില്ല. സോ 9. സോ ലൈക്ക് എത്ര കിട്ടുന്നത്? 5.9 അപ്രോക്സ് വരുന്നത് അല്ലേ? 5.9. സോ അപ്രോക്സ് എനിക്ക് കിട്ടുന്നത് 5.9 ആണ്. സോ 5.9 ഇൻറ്റു 10⁻26 ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. ആക്ച്വലി എക്സാക്ട് കാൽക്കുലേഷൻസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ മീൻസ് നമ്മളിവിടെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, കുറച്ച് അപ്രോക്സിമേറ്റ് ചെയ്തത്. എക്സാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6.11 ഇൻറ്റു 10⁻26 ആണ് വരുന്നത്. ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. ഇനി എന്തുകൊണ്ട് ഞാനിവിടെ PV = nRT എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തില്ല? ഈസി സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ്. PV = nRT. ഇവിടെ നമുക്ക് n എന്താണ് കിട്ടുന്നത്? n കിട്ടുന്നത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെ? നമുക്ക് കാണേണ്ടതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആക്ച്വലി നമ്പർ ഓഫ് മോൾസ് എന്താണ് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ അല്ലേ? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾ ആണ് എന്ത്? ക്യാപിറ്റൽ N. അവഗാഡ്രോ നമ്പർ ആണ് NA. പെർ നമ്പർ ഓഫ് മോൾസ് ആണ് സ്മോൾ n. സോ നമുക്ക് കാണേണ്ട വാല്യൂ എന്താണ്? സ്മോൾ n അല്ലെ? നമ്മൾ കാണേണ്ട വാല്യൂ അല്ല, സ്മോൾ n നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോസ് നമ്പർ അല്ലെ? നമ്മൾ ഇക്വേഷൻ PV = nRT. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസേ കിട്ടുന്നുള്ളൂ. നമ്പർ ഓഫ് മോൾസ് അല്ലേ കിട്ടുന്നുള്ളൂ. സോ നമ്പർ ഓഫ് മോൾസിന് എന്ത് ചെയ്യണം? നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ടേമിലേക്ക് മാറ്റി ഇങ്ങനെ എഴുതാം അല്ലേ? സോ ഞാൻ അതിനെ അങ്ങനെ മാറ്റി എഴുതാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? PV = n/na ഇൻറ്റു RT എഴുതിക്കൂടെ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി PV = n ഇൻറ്റു R/na ഇൻറ്റു T ഇങ്ങനെ എഴുതിക്കൂടെ? നമ്മൾ പഠിച്ചിരുന്നു എന്ത്? ബോൾസ്മാൻ കോൺസ്റ്റന്റ് R പിന്നെ അവഗാഡ്രോസ് നമ്പർ അവർ തമ്മിലുള്ള റിലേഷൻ എവിടെ കണ്ടത്? അവർ തമ്മിലുള്ള ദിസ് ഈസ് ദ റിലേഷൻ. സി കണ്ട, R is equal to NA into KB. R is equal to NA into KB. R is equal to NA into KB. നമുക്ക് എന്തറിയാം? R equal to NA into KB ആണ്. R equal to NA into KB ആണ്. സോ R upon NA എന്താണ്? KB. സോ നമ്മൾ ഇക്വേഷൻ ഒന്നും മാറ്റിയിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് വേണ്ട വാല്യൂസിലേക്ക് കിട്ടി. PV = nRT യും അതൊരു ഡിഫറൻസും ഇല്ല.
സെയിം ഇക്വേഷൻ ആണ്. ഇവിടെ ക്യാപിറ്റൽ എന്ന് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അതായത് നമ്മൾ മോൾസ് കണ്ടിട്ട് മോളിക്യൂൾസിലേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട്. ഇവിടെ വരുന്നതോ ഇത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. കണ്ടോ, ഓൾമോസ്റ്റ് കണ്ട. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.